അർദ്ധനിദ്രയിലായിരുന്ന ജോസഫിന്റെ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ജോസഫെ, നിന്റെ ഭാര്യയായി മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. അവൻ തന്റെ ജനത്തെ അവിടുത്തെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. റോമാ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഔഗസ്ത്യോസ് കൈസരുടെ കൽപ്പന പ്രകാരം ഓരോരുത്തരുടെയും ജന്മനാട്ടിൽ പോയി പേര് രേഖപ്പെടുത്തി കയ്യൊപ്പ് ചെയ്യേണ്ടതിന് ജോസഫും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയയും കൂട്ടി നസറത്തിൽ നിന്നും തൻ്റെ ജന്മനാടായ ബേത്ലഹേമിലേക്ക് പോയി. മറിയ പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ യാത്രയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 3-ാം നാൾ അവർ ബേത്ലഹേമിൽ വന്നു ചേർന്നു. പൂർണ്ണ ഗർഭിണിയായ മറിയയും കൂട്ടി ജോസഫ് സന്ധ്യയാകും വരെയും അലഞ്ഞു തിരിഞ്ഞു നടന്നു. വാസയോഗ്യമായ ഒരു സ്ഥലവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ ഒരു പശുത്തൊഴുത്ത് കണ്ടെത്തി. കച്ചി അടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലം അവർ വിശ്രമത്തിനായി തിരഞ്ഞെടുത്തു. കോടാനുകോടി നക്ഷത്രങ്ങൾ ഭൂമിയെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ രാത്രി വളരെ ശാന്തമായിരുന്നു. ഏറെ മഞ്ഞ് പെയ്തിറങ്ങുന്ന പൂനിലാവുള്ള രാത്രിയിൽ മറിയയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവർ ആ ശിശുവിനെ മൃദുലമായ തുണിയിൽ പൊതിഞ്ഞ് പുറത്തോട്ട് പഴയ കഥ പറഞ്ഞു പറഞ്ഞ സമയം പോയതാണ്. അതെ അതെ, വീട്ടിൽ അവർ നോക്കിയിരുന്ന് വിഷമിച്ചു കാണും. ഞങ്ങളെ അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ. ഒരു അത്യാവശ്യത്തിന് വിളിച്ച് അവൻ ഫോൺ കൊടുക്കത്തില്ല. തോമച്ചൻ പെട്ടെന്നൊരു വണ്ടി വിളിച്ച് ഞാൻ ആ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ വിളിക്കാം. അപ്പ ഞാനിന്നലെ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. ഫോൺ സൈലന്റ് മോഡിലുമായിരുന്നു. അതുകൊണ്ട് അപ്പം വിളിച്ചതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. രാവിലെ തോമച്ചായം വിളിച്ചപ്പോഴാണ് അമ്മ ഐസി ഇടാന്ന് അറിയുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പ എവിടെ അപ്പ അമ്മ, എവിടെ അപ്പ അമ്മ, എനിക്കൊന്ന് കാണണം. നീ ഇപ്പൊ കാണണ്ട പോലെ ഇന്നലെ രാത്രി തോമച്ചൻ ഞാൻ പെട്ടെന്ന് അവിടെ കൊണ്ടുപോകും. ഇവിടെ വന്നതിന് ശേഷം 18 പ്രാവശ്യം എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുകയുണ്ടായി. എന്നോട് എന്തോ പറയണമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവർക്ക് സ്ട്രോക്ക് ഉണ്ടാവുകയും
ഒരു കോമയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകും, വയലിലെ പുഷ്പം പോലെ അത് മുളയ്ക്കുന്നു. ഒരു ചെറിയ കാറ്റ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വളരെ തിരക്കുള്ളവരാണ്. ചെയ്യേണ്ട പല കാര്യങ്ങളും തിരക്ക് കാരണം നാം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ തിരക്ക് കഴിഞ്ഞ് അത് ചെയ്യാമെന്ന് കരുതിയാൽ അതിനൊരു പക്ഷേ അവസരം ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ നാം ചെയ്താൽ നിരാശ അനുഭവിക്കാൻ ഇടവരില്ല. അതാകട്ടെ ഈ സ്കിറ്റിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠം. ദൈവം അനുഗ്രഹിക്കട്ടെ.